എപ്പോഴും ഒരു ചെറു പുഞ്ചിരിയോടെ അന്നും ഇന്നും എപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. നിങ്ങളിത് എന്തിനാണ് ഈ ഫെയിം ഉണ്ടാക്കുന്നത്? പണമാണ് ലക്ഷ്യമെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഫെയിമാണ് ലക്ഷ്യമെങ്കിൽ നിങ്ങളുമായിട്ട് ആൾക്കാർ അസോസിയേറ്റ് ചെയ്യാൻ തയ്യാറാവുക എന്നുള്ളതാണ്. നമ്മൾ ഇപ്പോഴാണ് കരഞ്ഞുകൊണ്ടൊക്കെ വീഡിയോ ഇടുമ്പോൾ നമുക്ക് മറ്റേ റീച്ച് കിട്ടുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതും ആൾക്കാർ വളരെ പ്ലെയിൻ ട്രൂത്ത്സ് പറഞ്ഞു തുടങ്ങിയത്. ബി ഹാപ്പി ഇൻ റിയൽ ലൈഫ് എന്ന് ഞാൻ പറയുള്ളൂ. നൺ ഓഫ് ദ സോഷ്യൽ മീഡിയ മാറ്റേഴ്സ്. നമ്മൾ ഈ പ്രൊഫഷണൽ ലൈഫ്, പേഴ്സണൽ ലൈഫ് എന്ന് പറയുന്ന ഒരു വേർതിരിവ് ഭയങ്കര പ്രശ്നമാണ്. നമ്മളെപ്പോഴും നമ്മുടെ എല്ലാവരുടെയും കാര്യമുള്ളൂ. ഫാമിലിയും ഈ പറയുന്നത് പോലെയാണ്. നമ്മൾ ഇത് ലാസ്റ്റായിട്ട് നമ്മൾ വയ്ക്കേണ്ട സാധനമില്ലല്ലോ. നമ്മൾ അതിനൊരു പ്രയോറിറ്റി കൊടുത്ത് തന്നെയല്ലേ പോകണ്ടേ. നമ്മൾ വിചാരിക്കുന്ന ഈ വർക്ക് എല്ലാം കഴിഞ്ഞിട്ട് ഫാമിലിക്ക് ടൈം എന്ന് പറയുന്നതിലാണല്ലോ പ്രശ്നം. നിങ്ങളുടെ ജോലിയിൽ നിന്ന് നിങ്ങളെ റീപ്ലേസ് ചെയ്യാന്ന് പറഞ്ഞാൽ കമ്പനീസ് വിൽ ഗോ ഓൺ ഫോർ യുവർ ഫാമിലി. ദ റീപ്ലേസ്മെന്റ് ഇസ് നോട്ട് ഈസി. പണത്തിനൊരു ഇമ്പോർട്ടൻ്റ്, അത് ലൈഫിൽ ഇപ്പോൾ പല രീതിയിൽ പറയും. പണം എല്ലാ ഹാപ്പിനെസ് തരുന്നതെന്ന് പറയും. രണ്ട് രീതിയിൽ ആളുകൾ പറയാറുണ്ട്. മിഥുൻ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പണത്തിനെ കാണുന്നത് നമുക്ക് ഫ്രീഡമാണ്. ഈ പണം എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ നമുക്ക് ആ ഫ്രീഡം ഒന്നുമില്ല. ചിഞ്ചു ഒരു രീതിയിൽ ഒരു പീപ്പിൾ പ്ലീസറേ അല്ല. വളരെ കൃത്യമായിട്ട് ഷീ വിൽ സേ നോ ഇഫ് ഷീ വാണ്ട്സ് ടു. ഞാൻ കുറച്ചുകൂടി ഡിപ്ലോമാറ്റിക് ആണ്, കുറച്ചുകൂടി ഇതായിട്ട്. അപ്പം എനിക്കൊരു നോ പറയാനൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ പണം തരുന്ന സ്വാതന്ത്ര്യം എന്താണെന്ന് വെച്ചാൽ ഈ നോ പറയാനുള്ള സ്വാതന്ത്ര്യം കിട്ടും. നമ്മൾ പറഞ്ഞില്ല ടൈം മാനേജ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് നമുക്ക് എല്ലായിടത്തും എത്താനൊന്നും പറ്റില്ല. ചിലപ്പോൾ എല്ലായിടത്തും സമയത്ത് എത്താനും പറ്റില്ല. wherever you can, you be there. And I'm definitely telling you, you need money, you need work, you need to be busy to survive. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഒരു കംഫർട്ട് സോണിൽ ഇരുന്ന് നമുക്ക് പണത്തിൻ്റെ കാര്യം പറയുന്നത് പോലെ ആവില്ല. ദിവസവും രാവിലെ എഴുന്നേറ്റ് പോയി ഒരു കൂലിപ്പണി എടുത്ത് ജോലി ചെയ്ത് ആ പൈസ കൊണ്ട് ജീവിക്കുന്ന ഒരാൾ പറയുന്നു. പലപ്പോഴും നമ്മുടെ ട്രൂത്തുകൾ അല്ലെങ്കിൽ നമ്മുടെ പോളിസികൾ, നമ്മുടെ ചിന്തകൾ അതെല്ലാവർക്കും റിലേറ്റ് ചെയ്യണമെന്നില്ല കേട്ടോ. പെട്ടെന്ന് ആരെയാണ് പറ്റിക്കാൻ പറ്റുക? ഈ രണ്ടുപേരും ഇവർ രണ്ടുപേരും ചേർന്നാണ് എന്നെ ആയിരിക്കും പറ്റിക്കാൻ പറ്റുക. കുറെ കാര്യത്തിൽ പറ്റിച്ചിട്ടുണ്ടോ? ഇത് കണ്ട പ്രശ്നമായിരിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ എല്ലാവർക്കും നെഗറ്റീവ് ആണ് ആളുകൾ കൂടുതലായിട്ട് വേണ്ടത്. ഞാൻ എപ്പോഴും പറയണതെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും എളുപ്പം എന്താ, നമുക്ക് വ്യൂ കുറവാണോ എടുക്ക്, അറിയാവുന്ന ഒരു രണ്ടുപേരെ പറ്റിയിട്ട് 10 തെറി പറ. ഞാനിത് അനുഭവിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ ഞാൻ സിനിമയിൽ മുഴുവൻ ചെയ്തിട്ടുള്ളത് വില്ലൻ ക്യാരക്ടേഴ്സാണ്. കോമഡി ഉത്സവം വന്നതിന് ശേഷം എന്നെ മറ്റേ നന്മയുള്ള ലോകമേ ആക്കിയുള്ളൂ. മനസ്സിലായില്ലേ? നന്മയില്ലാത്ത ആൾക്കാർക്കാണ് കുറച്ചുകൂടി എളുപ്പം. അപ്പുറത്തിരിക്കുന്ന ആളിന് എന്ത് ഫീൽ ചെയ്യും എന്നുള്ളത് നമ്മൾ ചിന്തിച്ചിട്ടാണ് പറയണമെങ്കിൽ മാത്രമേ നമുക്ക് വിഷയമുള്ളൂ. നമ്മുടെ കാര്യം മാത്രം പറഞ്ഞു പോയാൽ മതി എന്നുണ്ടെങ്കിൽ ഒരു വിഷയമില്ല. പറയുന്ന ഈ കാണിക്കുന്നതെല്ലാം നിങ്ങൾ കാണുന്ന 30 സെക്കൻഡിലുള്ള ഹാപ്പിനെസ് ആണ്. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കാണാൻ വേണ്ടിയിട്ടുള്ള സാധനം മാത്രം തരുന്നത്. ഡോണ്ട് എവർ തിങ്ക് ദാറ്റ് എവറിത്തിങ് ഇസ് ഇത് ഹാപ്പിനെസ് മാത്രമുള്ള ഒരു കുടുംബമാണ് എന്നുള്ളത് ചിന്തിക്കരുത്. കഴിഞ്ഞ ദിവസം വായിച്ചൊരു ഭയങ്കര രസമുള്ളൊരു സാധനം എന്ന് പറഞ്ഞാൽ, നമ്മൾ മോശം കാര്യങ്ങളല്ലേ ഓവർ തിങ്ക് ചെയ്യാറുണ്ട്, നല്ല കാര്യങ്ങൾ ഓവർ തിങ്ക് ചെയ്യാറുണ്ട്. നമ്മുടെ ഹാപ്പിനെസ് ഓവർ തിങ്ക് ചെയ്യാതെ നമ്മളിവിടെ നമ്മളെ കൂട്ടിക്കാലത്തോട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ മറ്റേ ചീട്ടുകൊട്ടാരം കെട്ടരുതെന്നും എണ്ണരുതെന്നുള്ളതും ഒക്കെ അല്ലേ പറഞ്ഞിട്ടുള്ളത്. മിൽക്ക് വീണ് പുടയുന്നൊക്കെ ഉള്ളതല്ലേ. പക്ഷെ ഞാൻ പറഞ്ഞ വെച്ചാൽ ഓവർ തിങ്ക് ഹാപ്പിനെസ്. ഇപ്പോൾ ഒരാൾ വന്ന് നമ്മുടെ കമന്റ് ബോക്സിന്റെ അടിയിൽ വന്ന് എന്തെങ്കിലും പറഞ്ഞാൽ അവിടെ തിരിച്ച് പറയും. ജർമ്മനിയുടെ ഒരു പില്ലോ സ്നേഹസമാനായിട്ട് ഞാൻ നന്നായിട്ട് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഉറക്കം ശരിയായില്ലെന്ന് പറയുന്നത് ഇത് വെച്ച് നന്നായിട്ട് കിടന്നു. അപ്പൊ സൈന 40 വർഷം പിന്നിട്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു സന്തോഷം. 14 years of time. ഹായ്, ഹലോ, നമസ്കാരം. സൈന സത് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മി ഷിജന ജോസ് പ്രകാശ്. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് എപ്പോഴും ഒരു ചെറു പുഞ്ചിരിയോടെ അന്നും ഇന്നും എപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. പണ്ട് സുരാജേട്ടൻ പറഞ്ഞിട്ടുണ്ട്, TV തുറന്നാലും ഈ ഫോൺ തുറന്നാലും എന്തിനും നമ്മൾ ഫോണിൽ നോക്കുമ്പോൾ വിത്ത് ഫാമിലി ആയിട്ടാണ് നമ്മുടെ മുൻപിൽ എത്തുക. മിഥുൻ ചേട്ടാ, ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം. 2026 ആദ്യത്തെ ഇന്റർവ്യൂ ആണോ? എന്റെ ഫസ്റ്റ് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതിനിടയ്ക്കൊക്കെ എന്തെങ്കിലും ചെറുതുണ്ടായിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ഇന്റർവ്യൂല് ഫസ്റ്റ് ഇന്റർവ്യൂ ഇതായിരിക്കും. ഇപ്പം 2026 സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് നമ്മൾ ഒരുപാട് കാര്യങ്ങളായിരിക്കും പഠിക്കുക. ഇപ്പം ഈ ബെഡിന്റെ അടിയിൽ നമ്മൾ പോയി മുന്തിരി കഴിക്കുന്നവരുണ്ട്, ഒരുപാട് കാര്യം നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ വർഷം ഒരുപാട് കാര്യം പുതിയതായിട്ട് ചെയ്യുന്നുണ്ട്. മിഥുൻ ചേട്ടൻ 2026 എങ്ങനെയാ തുടങ്ങിയെന്ന് ചോദിക്കുകയാണെങ്കിൽ, തുടങ്ങിയത് സത്യം പറഞ്ഞാല് നമുക്ക് ഈ പറഞ്ഞ പോലെയാണ്. ഈ എല്ലാ വർഷവും അവിടെ ദുബായിലായതുകൊണ്ട് അവിടെ ഞാൻ ന്യൂ ഇയർ മിക്കവാറും ഷോ എടുക്കാറില്ല. മിക്കവാറും കുടുംബമായിട്ട് അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായിട്ട് അങ്ങനെയാണ്. അപ്പൊ ഒന്നെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തായിരിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ദുബായ് തന്നെ ആയിരിക്കും. ഇത്തവണ ഒരു സുഹൃത്തിന്റെ വീട്ടിലായിരുന്നു.
അപ്പോൾ അപ്പുറത്തൊക്കെ ബുർജ് ഖലീഫയിലൊക്കെ വലിയ ഫയർ വർക്ക്സ് ഇറക്കല്ലേ, അപ്പം നമ്മൾ ചെറിയ ഫയർ വർക്ക്സ് നടത്തി. അതിൽ ഒരാൾക്ക് നല്ല ചെറിയ പൊട്ടലൊക്കെ ഉണ്ടായിട്ട് അങ്ങനെയാണ് തുടങ്ങിയത്. അപ്പം നല്ല തുടക്കമായിരുന്നത്. എങ്കിലും പുതിയ പുതിയ കാര്യങ്ങൾ പ്ലാൻ ചെയ്യും. ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞ ഒരു വർഷം മാറുന്നത് കൊണ്ട് അങ്ങനെ ഒരു പ്ലാനിങ് ഇല്ല. ഈ പറഞ്ഞ പോലെയാണ് നമുക്ക് ഏറ്റവും എന്താ വേണ്ടത്, നമുക്ക് നല്ല ഈ എപ്പോഴും ഈ പറയുന്നത് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ലക്ഷറി നല്ല ഉറക്കവും നല്ല മറ്റേ എന്താ പറയുക നല്ല ഭക്ഷണം കിട്ടുന്നുണ്ട്, നല്ല സന്തോഷം കിട്ടുക എന്നുള്ളതിനപ്പുറത്തേക്ക് വേറെ ഒന്നും സമാധാനം, അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. അതാണ് ഞാൻ അതിനപ്പുറം വലുതായിട്ട് അങ്ങനെ ഭയങ്കരമായിട്ടൊരു പ്ലാനിങ്ങോടുകൂടി പോകുന്ന ഒരാളല്ല. മിക്കവാറും പ്ലാൻ ചെയ്തൊന്നും നടക്കാറില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അങ്ങ് പോകാറാണ് പതിവ്. നമുക്ക് തോന്നുമ്പോൾ ഭയങ്കര കൃത്യമായിട്ട് ടൈം മാനേജ്മെന്റ് ഉണ്ട്. ടൈം മാനേജ്മെന്റ് അതൊരു പ്ലാനിങ് അല്ല. ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മള് ഈ പറയുന്ന പോലെയാണ്, നമ്മള് ഓരോ മിനിറ്റിനും വാല്യൂ കൊടുക്കുന്നത് കൊണ്ടാണ് ടൈം മാനേജ്മെന്റ് നടക്കും. പക്ഷെ ടൈം മാനേജ്മെന്റ് പോലും നമ്മുടെ കയ്യിലല്ല. ഇപ്പം ഞാനൊരു ഒരു ഫ്ലൈറ്റ് എടുത്ത് ഇങ്ങോട്ട് വരുമ്പോൾ ആ ഫ്ലൈറ്റ് ഡിലേ ആയാൽ തീർന്നില്ലേ, നമ്മുടെ ഈ പ്ലാൻ എല്ലാം മാറിയില്ലേ. അപ്പൊ അതുകൊണ്ട് ബട്ട് സ്റ്റിൽ ടൈമാണ് ടൈം മാനേജ് ചെയ്യുന്നത്. അത് ഞാൻ പറഞ്ഞു, അതൊരു പ്ലാൻ ചെയ്യുന്നൊന്നുമില്ല. പക്ഷെ ഒരു ദിവസത്തെ ടൈം വളരെ കൃത്യമായിട്ട് മാനേജ്ഡ് ആണ്. ഇപ്പം ആങ്കർ, RJ, ഡബിങ് ആർട്ടിസ്റ്റ്, നടൻ, ഈ രീതിയിലൊക്കെ ഫാൻസ് ഉണ്ട്. എനിക്ക് അതിൽ കൂടുതൽ റീൽ കോണ്ടന്റ് ചെയ്യുന്ന ആളുകൾക്ക് ഇഷ്ടമുണ്ട്. ഇപ്പൊ ബാബുസാബിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിക്കും ഇതെങ്ങനെ ഇത്ര സമയം കിട്ടണേ, ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കും? വെളിയിലും അഭിനയിക്കണം, വീട്ടിലും അഭിനയിക്കണം. അല്ല, അത് ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ അതിന്റെ കാരണം വെച്ചാൽ അതിന് കൂടുതലായിട്ടും അതിന്റെ ഈ പറയുന്ന ഫൺ കോണ്ടന്റിന്റെ മുഴുവൻ ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് ചിഞ്ചുവാണ്, ലക്ഷ്മിയാണ് എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അതിനകത്ത് വലിയ ബോധറേഷൻ വരില്ല, ചെന്ന് അഭിനയിച്ചു കൊടുത്താൽ മതി. അപ്പൊ അതുകൊണ്ട് അത് വലിയൊരു പ്രശ്നമില്ല. പക്ഷെ കോണ്ടന്റും കൂടി കണ്ടുപിടിക്കാതിരുന്നാലാണ് ചിലപ്പോൾ സമയം ഒരുപാട് എടുക്കും. അപ്പോൾ അതുകൊണ്ട് അതിന് വലിയ ഒരു ടൈം വരില്ല. പിന്നെ നമ്മുടെ വീട്ടിൽ ഈ പറയുന്നതാണ്, ഇതാണ് മറ്റേ നമ്മുടെ ഫൺ ഹോബി ഇപ്പൊ ഇതായതുകൊണ്ട് അതിലങ്ങ് പോകും. അതുകൊണ്ട് വലിയൊരു ഇത് വരാറില്ല. വീട്ടിലെത്തുന്ന സമയത്ത് ഇനി എന്താ കോണ്ടന്റ് ചെയ്യണേ അങ്ങനെ പ്ലാൻ ചെയ്യും അല്ലേ? ഹലോ, അവിടെ ഓൾറെഡി പ്ലാൻഡ് ആയിരിക്കും. ഇപ്പൊ ഞാൻ നാളെ രാവിലെ അവിടെ എത്തും. നാളെ രാവിലെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഓൾറെഡി ചിഞ്ചു പറയും നമുക്ക് ഇന്നേ ഇങ്ങനൊരു സാധനമുണ്ട്. ഇപ്പം ഇത് പറയും മിക്കവാറും അതാണ് ഞാൻ പറഞ്ഞത്, മിക്കവാറും ഞാൻ പറയാം അതൊക്കെ വർക്കൗട്ട് ആവും, അത് നന്നായിട്ട് വർക്കൗട്ട് ആവും. ഇപ്പൊ നാട്ടിലും അതുപോലെ തന്നെ പുറത്തും ഒരുപോലെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് ഹാപ്പി ആയിട്ട് സക്സസ്ഫുള്ളി നിൽക്കാന്ന് പറയുന്ന ഒരു ഭാഗ്യമാണ്. ഇപ്പം പ്രൊഫഷണലി ഇത്രയും ബിസി ആയിട്ടിരിക്കുന്ന സമയത്ത് പേഴ്സണൽ ലൈഫ് മിസ് ചെയ്യാറുണ്ട്. അതെങ്ങനെ ബാലൻസ് ചെയ്യണം ശരിക്കും? ഇല്ല, ഞാനതാ പറഞ്ഞത്, നമ്മൾ ഈ പ്രൊഫഷണൽ ലൈഫ് പേഴ്സണൽ ലൈഫ് എന്ന് പറയുന്ന ഒരു വേർതിരിവ് ഭയങ്കര പ്രശ്നമാണ്. നമ്മളെപ്പോഴും നമ്മുടെ എല്ലാവരുടെയും കാര്യമുള്ളൂ ജോലി ഒരു സ്ഥലത്ത് ഇത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ജോലിയും വീടും തമ്മിൽ മിക്സ് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്. കാരണം എനിക്ക് കുറച്ചുകൂടി ലക്ഷറി ഉണ്ട്. കാരണം ഞാൻ കുറച്ചുകൂടി ഒരു ക്രിയേറ്റീവ് മേഖലയിലാണ് നിൽക്കുന്നതെന്നുള്ളതുകൊണ്ട് എനിക്കുണ്ട്. പക്ഷേ സാധാരണ ഇപ്പോൾ ഒരു 9 to 5 ജോബ് ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഞാനും ഒരു 9 to 5 ജോബ് അല്ലെങ്കിലും ഞാനൊരു സ്റ്റേഷൻ ഹെഡ് ചെയ്യാണ് അവിടെ, പ്രോഗ്രാം ഹെഡാണ് ഇവിടെ ഹിറ്റ് 97 FM ലൈബ്രറിയിൽ. അപ്പോൾ ഐ ടു ഹാവ് എ റെസ്പോൺസിബിലിറ്റി ടു ദ ഓഫീസ്. പക്ഷേ ആ സാധനവും ഇതൊക്കെ നമുക്ക് കൊടുക്കുന്ന പ്രയോറിറ്റീസ് ഇതായാൽ മതി. അല്ലാതെ ഐ റിയലി ഡോണ്ട് തിങ്ക് നമ്മളൊരു പ്രൊഫഷണൽ വർക്ക് പേഴ്സണൽ വർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന് പേഴ്സണൽ ടൈം ഇല്ല എന്നും പറഞ്ഞ് ഇരിക്കേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ഇതെല്ലാം നടക്കും. ബേസിക്കലി ഇപ്പം നമുക്ക് ടെക്നോളജി ഉള്ളത് കൊണ്ട് തന്നെ നോട്ട് എ ലോട്ട് അവേ ഫ്രം. ഞാനിപ്പം ഇന്നിപ്പം ഇരിക്കുവേ, നമുക്കിപ്പോൾ രാവിലെ ഇപ്പം ഞാൻ ഇവിടെയാണ്, ഞാൻ അവിടെയാണ്, ഞാൻ രാവിലെ എൻ്റെ വീഡിയോ കോൾ കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഇപ്പം എനിക്കറിയാം ഞാൻ എന്തായിരുന്നാലും വിളിച്ചിരിക്കും, എനിക്ക് തിരക്കാണെങ്കിൽ വിളിച്ചിട്ടില്ലെങ്കിലും അവർക്ക് മനസ്സിലാവും. ആ രീതിയിലുള്ളൊരു മാനേജ്മെൻ്റ് ഉണ്ട് എന്താണെന്ന് പറഞ്ഞാൽ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ ഫാമിലിയും ഈ പറയുന്നത് പോലെയാണ്. നമ്മൾ ഇത് ലാസ്റ്റായിട്ട് നമ്മൾ വെക്കേണ്ട സാധനമില്ലല്ലോ, നമ്മൾ അതിനൊരു പ്രയോറിറ്റി കൊടുത്ത് തന്നെയല്ലേ പോകണ്ടേ. നമ്മൾ വിചാരിക്കുന്നു വർക്ക് എല്ലാം കഴിഞ്ഞിട്ട് ഫാമിലിക്ക് ടൈം എന്ന് പറയുന്നതിലാണല്ലോ പ്രശ്നം. അത് സത്യം പറഞ്ഞാൽ നമുക്ക് അങ്ങനെയല്ല. ഇതിന് രണ്ടിനും ബാലൻസ് എന്നുള്ളതിനേക്കാളും ഇതിന്റെ പ്രയോറിറ്റി ഏതാണെന്ന് നമ്മൾ തീരുമാനിക്കുകയാണ് വേണ്ടത്. അപ്പം ആബ്സല്യൂട്ട്ലി ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോലിയുടെ കാര്യത്തിൽ ഞാൻ എന്താ പറയുക, നമ്മൾ വി ആർ എ ലിറ്റിൽ ബിറ്റ് മോർ. ഇപ്പം ഇതിനിടയ്ക്ക് കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒരു പ്രിവിലേജ് ഉള്ളത് നമ്മൾ ഇഷ്ടമുള്ള ക്രിയേറ്റീവ് മേഖലയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പം നമുക്ക് കുറച്ച് ഫ്ലെക്സിബിലിറ്റി ഓഫ് ടൈം നമുക്ക്, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ നമ്മുടെ ടൈമിങ്ങിൽ ഒരു സ്റ്റിപ്പുലേഷൻ കുറവാണ് അല്ലെങ്കിൽ നമുക്ക്. പക്ഷേ മറ്റുള്ളവർക്ക് ഇത് പറയുമ്പോൾ ചിലപ്പം ഇതെന്ന് വരില്ല. കാരണം അവർക്ക് ഈ സമയത്ത് ജോലിക്ക് എത്തിയേ പറ്റുള്ളൂ, ഈ സമയത്ത് ജോലിയിൽ നിന്ന് പോയേ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഒരു ടൈമും കൂടി കിടക്കണമുണ്ട്. അത് മാറ്റി വെച്ചിട്ട് വേണം ചെയ്യാനെന്ന് പറയും. പക്ഷെ ഞാൻ പറയണ വെച്ചാൽ യു ഗിവ് യുവർ പ്രയോറിറ്റി. നമ്മളെ ആ സ്ഥലത്ത് നിന്ന് റീപ്ലേസ് ചെയ്യാൻ സത്യം പറഞ്ഞാൽ നാളെ ഒരു ദിവസം മതിയാവും. കാരണം നിങ്ങളുടെ ജോലിയിൽ നിന്ന് നിങ്ങളെ റീപ്ലേസ് ചെയ്യാന്ന് പറഞ്ഞാൽ കമ്പനീസ് വിൽ ഗോ ഓൺ ഓൾ ദ. നമ്മൾ ഇപ്പം ഞാൻ വിത്ത് ഓൾ യു റെസ്പെക്ട് ടു വാട്ട് എവർ ഇസ് ഹാപ്പനിങ്, നമ്മൾ രണ്ടുപേരും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഷോസിൽ നമ്മൾ നാളെ ഇല്ലെങ്കിൽ അടുത്തൊരാൾ എന്തായിരുന്നാലും വളരെ ഈസിലി റീപ്ലേസ്ഡ് ആവും. ആൻഡ് ദെർ ആർ ഇമ്മെൻസ് എമൗണ്ട് ഓഫ് ടാലന്റ് ഔട്ട് ദെയർ. പക്ഷേ ഫോർ യുവർ ഫാമിലി ദ റീപ്ലേസ്മെന്റ് ഇസ് നോട്ട് ഈസി.
അപ്പോൾ ഏതാണ് പ്രയോറിറ്റി എന്നുള്ളത് ആലോചിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസിയർ ആവും നമുക്ക് കാര്യങ്ങൾ. ഓക്കെ. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, പ്രയോറിറ്റീസ് നമ്മൾ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടി എളുപ്പമാവും. ഈ ഫാമിലി ലൈഫ് വർക്ക് ലൈഫ് ബാലൻസിന്റെ പ്രശ്നം വരില്ല. അത് അപ്പുറത്തെ സൈഡിൽ നിങ്ങളുടെ ഞാൻ പറഞ്ഞത് ഒരാൾ മാത്രമല്ല, ആ ഫാമിലിയിലുള്ള ബാക്കിയുള്ളവരും കൂടി അതിന്റെ ഡിസിഷനിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. ബി ദെയർ വെൻ ദേ നീഡ് യു ബി ദെയർ എന്നുള്ളതാണ് അതിനകത്തുള്ള ഏറ്റവും വലിയൊരു കാര്യം. എനിക്കൊന്ന് ലക്ഷ്മി ചേച്ചിയും ആ ഒരു സ്പേസ് തരുന്നു അല്ലേ? ഇവിടെ തിരക്കാണെങ്കിലും അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ അതിന് ഈ പറയുന്ന നമ്മൾ ഇതെല്ലാം നമുക്ക് ഒരു സോഷ്യൽ കോൺസെപ്റ്റ് ഉണ്ടല്ലോ, സ്പേസ് തരിക, നമ്മൾ വേറൊരാൾ നമുക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യുക, കോംപ്രമൈസ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് നമ്മൾ എത്രയോ നാളായിട്ട് നമ്മൾ കേട്ട് വളർന്നത് നമ്മളെ സോഷ്യൽ കോൺസെപ്റ്റിൽ അങ്ങനെയാണല്ലോ നമ്മൾ പറയുന്നത്. അത് നമുക്കൊരു മറ്റേ ആൾ നമുക്ക് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിലൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല, നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് മനസ്സിലാക്കി പോകുക എന്നുള്ളത് തന്നെയാണ്. ഇതാണ് അതിൻ്റെ രീതി എന്ന് മനസ്സിലാക്കിയിട്ട്. ബട്ട് ഇപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഇതെല്ലാം ഉള്ള സമയത്ത് വെൻ ഐ ഹാഡ് ബെൽസ് പാൽസി എൻ്റെ സൈഡിൽ ആരൊക്കെയുള്ള എൻ്റെ കുടുംബമല്ലേ ഉള്ളൂ. ഇത് തന്നെയുള്ളൂ. നമുക്കിപ്പോൾ നമ്മുടെ ഒരു പ്രശ്നം വരുമ്പോഴോ ഒരാവശ്യം വരുമ്പോഴോ ചുറ്റും ആരൊക്കെ ഉണ്ടാവുമെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം ഈസിയാവും. ബാക്കി ഏതിന് നമ്മൾ വാല്യൂ കൊടുക്കണം, എന്ത് ചെയ്യണം എന്നുള്ളത്. ആൻഡ് ഐ എം ഡെഫിനറ്റ്ലി ടെലിങ് യു, യു നീഡ് മണി, യു നീഡ് വർക്ക്, യു നീഡ് ടു ബി ബിസി ടു സർവൈവ്. അല്ലാതെ വെറുതെ ഇത് മാത്രം പ്രയോറിറ്റൈസ് ചെയ്ത് പോകാനും പറ്റില്ല. അപ്പം നമ്മൾ ചില സാധനങ്ങൾ നമ്മൾ മിസ്സാവുകയും ചെയ്യും, അതും മനസ്സിലാവണം എന്നുള്ളതാണ്. നമുക്ക് എല്ലായിടത്തും എത്താനൊന്നും പറ്റില്ല. നമ്മൾ പറഞ്ഞില്ല ടൈം മാനേജ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത്, നമുക്ക് എല്ലായിടത്തും എത്താനൊന്നും പറ്റില്ല, ചിലപ്പോൾ എല്ലായിടത്തും സമയത്ത് എത്താനും പറ്റില്ല. ബട്ട് വേറെ യു ക്യാൻ യു ബി ദെയർ. അതാണ് ഞാൻ കാണുന്ന പോളിസി കേട്ടോ. ആൻഡ് ഐ ഡോണ്ട് എക്സ്പെക്ട് എനി വൺ ടു അഡിയർ ടു ഇറ്റ്. വേറൊരാൾ ഇത് എടുക്കണമെന്ന് ഞാൻ പറയുക പോലും ഇല്ല. കാരണം ഇത് എൻ്റെ ട്രൂത്തും എൻ്റെ പോളിസിയുമാണ്. ഇതാവണം എന്നില്ല കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളുടെ പോലും. ഇപ്പം ഹെൽത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇത് ഹെൽത്ത് ഇപ്പോൾ പൂർണ്ണമായിട്ടും റിക്കവർ ആയോ? പിന്നെ ആ ബെൽസ് പാൽസിന്ന് പൂർണ്ണമായിട്ട് റിക്കവർ ആയി, ബാക്കിയെല്ലാം ഹെൽത്ത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഒന്നുമില്ല, സത്യം പറഞ്ഞു. ദൈവാനുഗ്രഹിച്ചു. ഇപ്പോൾ ഈ അസുഖം വന്ന സമയത്തെ ലൈഫിൽ പഠിച്ചൊരു കാര്യം എന്താ, അല്ലെങ്കിൽ റിയലൈസ് ചെയ്തൊരു കാര്യം എന്താ? റിയലൈസേഷൻസ് ഒരുപാടുണ്ടായിട്ടുണ്ട്. ഒന്ന് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഞാൻ ഭയങ്കര ഈ നേരത്തെ ഇപ്പം നമുക്ക് ഈ റിയലൈസേഷൻ്റെ ഭാഗമാണ് ഇപ്പം പറഞ്ഞ പല കാര്യങ്ങളും. എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഇൻ ദ ഫ്ലോ പോകുന്നു എന്ന് പറഞ്ഞല്ലോ. അതായത് നമുക്ക് ഈ കാര്യങ്ങളൊന്നുമില്ല, ഉറക്കം ഒന്നും വലിയ പ്രശ്നമൊന്നുമില്ല, ബാക്ക് ടു ബാക്ക്. ആൻഡ് ഐ ഓൾവേസ് ബിലീവ്ഡ് ആൻഡ് ഐ സ്റ്റിൽ ബിലീവ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സ്പേസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വി ഹാവ് എ സർട്ടൻ എമൗണ്ട് ഓഫ് ടൈം. അത് ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആക്ടറിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് പ്രായത്തിലും അഭിനയിക്കാം. യു ജസ്റ്റ് ഹാവ് ടു റീഇൻവെൻറ്റ് യുവർ സെൽഫ്, അല്ലെങ്കിൽ ആ രീതിയിലോട്ട് പ്ലേസ് ചെയ്താൽ മതി എന്നൊക്കെ ഉള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് കുറച്ചുകൂടി ഒരു ഷോ ബേസിൽ ഒരു എനർജി ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ട് ഹാൻഡ്ലിങ് ആവശ്യമായിട്ടുള്ള ചില സ്ഥലങ്ങളിൽ വി മൈറ്റ് ബി നമ്മളൊരു ഫേസായിട്ട് നിൽക്കുന്നത് കുറച്ച് സമയത്തേക്കായിരിക്കും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ ആ ടൈമിൽ നമ്മൾ മാക്സിമം വർക്ക് ചെയ്തോളുക. കാരണം ടുമോറോ ദിസ് മൈറ്റ് നോട്ട് ബി, ടുമോറോ ദർ മൈറ്റ് ബി അനദർ പേഴ്സൺ ഹു വിൽ ബി ബെറ്റർ ദൻ യു. ആൻഡ് ദെൻ ആ ആളായിരിക്കും കുറച്ചുകൂടി പോപ്പുലറായിട്ട് വരിക, കുറച്ചുകൂടി ആവശ്യമായിട്ട് വരിക എന്നുള്ളതാണ്. അപ്പോൾ ആ സമയം അത്രയും അത് ഈ ഷാറുഖ് ഖാൻ്റെ ഒക്കെ ഇത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന പ്രശ്നമാണ്. അങ്ങനെ നോക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, നമ്മൾ നോക്കുക അത്ര. ഇപ്പോൾ പുള്ളി ഒക്കെ പറയുമ്പോൾ വി ഹാവ് ടു ബി ബിസി, നമ്മൾ കംഫർട്ടബിൾ ആവരുത് എന്നൊക്കെ പറഞ്ഞ പോളിസിയിലാണ് അന്ന് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. അതൊക്കെ കുറച്ച് മാറിയിട്ടുണ്ട്. ബട്ട് ഐ എം സ്റ്റിൽ ഐ ലവ് ബീങ് ബിസി. ഞാൻ ഇപ്പോഴും ഞാൻ പറഞ്ഞില്ല, ഇത് നമ്മൾ ഏൺ ചെയ്തെടുത്തതാണല്ലോ. യു ആർ സിറ്റിംഗ് ദെയർ ബിക്കോസ് യു ഏൺഡ് ഇറ്റ്. ദെയർ ആർ 1500 പീപ്പിൾ ഔട്ട് ദെയർ ഹു വാണ്ട് ടു ബി ഹിയർ അല്ലേ. ഒരുപാട് പേര് ഇവിടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഈ ഇന്റർവ്യൂവർ ചെയറിൽ ഈ ചെയറിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, നമ്മുടെ ക്യാമറ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരുടെ ചെയറിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ബട്ട് ദേ ഡിഡ്ന്റ് ഗെറ്റ് ഇറ്റ്. അവരിപ്പോഴും ആഗ്രഹിച്ച് നടക്കുകയാണ്. എത്ര പേര് നമ്മുടെ അടുത്തൊന്ന് പറയാറുണ്ട് ഇത്. അപ്പോൾ ആ കിട്ടിയ സാധനം മാക്സിമം നമ്മൾ നന്നായിട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള പ്രിവിലേജ് കൊണ്ടുപോകുന്നത്. പക്ഷേ അപ്പോഴും ഈ പറയുന്ന പ്രയോറിറ്റികൾ മറക്കരുത് എന്നുള്ളതിൻ്റെ സാധനമായിരുന്നു ആ പഠനം. ശരിക്കും പറഞ്ഞാൽ ബെൽസ് പാൽസി ഞാനതാ പറഞ്ഞ ഐ യൂസ് ടു ലെറ്റ് ഇറ്റ് ഗോ. ഐ വാസ് ഹാവിങ് ഫൺ. ഞാൻ ഈ യാത്രകളെല്ലാം എൻജോയ് ചെയ്യായിരുന്നു, ഇത് ചെയ്യായിരുന്നു. പക്ഷെ ഇപ്പം ബ്രേക്ക് എടുക്കണം എന്നുള്ളത്, അപ്പം ഞാനിപ്പോൾ ഒരു സ്കെഡ്യൂൾ ഇടുന്ന സമയത്ത് ഐ നോ ഞാൻ ഈ സമയത്ത് ഞാൻ ഈ ഒരു 2 ദിവസം യാത്ര വേണ്ട എന്ന് തീരുമാനിക്കും. ഞാൻ കലണ്ടർ എഴുതി വെക്കില്ലായിരുന്നു ഒരു കാലഘട്ടം വരെ. ഈവൻ ബിഫോർ ബെൽസ് പാൽസി ഐ നെവർ യൂസ് ടു ആക്ച്വലി ജോട്ട് ഇറ്റ് ഡൗൺ. ഒരു മെന്റൽ മാത്തുണ്ട്, പിന്നെ ബാക്കി എല്ലാവരും മെസ്സേജ് അയക്കുമല്ലോ എന്നൊക്കെയുള്ള ധാരണയിലോ. പക്ഷേ ഇപ്പോൾ വളരെ കൃത്യമായ ഒരു കലണ്ടറുണ്ട്. അപ്പോൾ അതാണ് പറയുക, ഒരു പ്ലാനിങ് ഇല്ല എന്ന് പറയണല്ല, പ്ലാനിലൊരു കലണ്ടറുണ്ട്.
ആ കലണ്ടറിൽ എനിക്ക് കൃത്യമായിട്ട് അറിയാം ഈ ദിവസങ്ങളെല്ലാം എനിക്ക് ഗ്യാപ്പ് ഉണ്ടെന്നുള്ളതും ഈ ദിവസങ്ങളിൽ ഞാൻ അവിടെ വീട്ടിലുണ്ടാവും, ഈ ദിവസങ്ങളിൽ നമുക്ക് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും എന്നൊക്കെയുള്ള സാധനങ്ങൾ എടുക്കാറുണ്ട്. അപ്പം സോ ദാറ്റ് വേ ഇപ്പം കുറച്ചുകൂടി റിലാക്സ്ഡ് ആണ്. ഓൾദോ ഇറ്റ് ലുക്സ് ബിസി, ഐ എം നോട്ട് ദാറ്റ് ബിസി. എനിക്ക് ഞാൻ ബിസിയാണ്, പക്ഷെ ആ രീതിയിൽ ബിസി അല്ല. ഐ ഹാവ് ടൈം. ഇപ്പം ഓടി നടന്ന് ജോലി ചെയ്യുന്ന സമയത്ത് ആളുകൾ ചോദിക്കും ഇത് പൈസ ഉണ്ടാക്കിയ പൈസ മാത്രം മതിയോ. ഇപ്പൊ ഒരു ഹെൽത്ത് ഇഷ്യൂസ് വരുന്ന സമയത്ത് ഒരു റിയലൈസേഷൻ ഉണ്ട്, നമ്മൾ പണിയെടുത്ത പൈസ നമുക്കത് ഉപയോഗിക്കാൻ പറ്റി എന്ന രീതിയിൽ. ഇപ്പോൾ പണത്തിനൊരു ഇമ്പോർട്ടൻ്റ്, അത് ലൈഫിൽ ഇപ്പോൾ പല രീതിയിൽ പറയും, പണം അല്ല ഹാപ്പിനെസ് തരുന്നതെന്നും പറയും. രണ്ട് രീതിയിൽ ആളുകൾ പറയാറുണ്ട്. മിഥുൻ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പണത്തിനെ കാണുന്നത് നമുക്ക് ഫ്രീഡമാണ്. ഈ പണം എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ നമുക്ക് ആ ഫ്രീഡം ഒന്നുമില്ല. നമുക്ക് ഫ്രീഡം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ ഒരു യെസ്സും നോയും പറയാനും ഒക്കെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അല്ലേ. നമ്മൾ ഒരുപാട് പേര് പീപ്പിൾ പ്ലീസേഴ്സ് ആണല്ലോ. നമുക്ക് ആൾക്കാരെ അങ്ങനെ അങ്ങ് വിഷമിപ്പിക്കുന്നത് ഇഷ്ടമില്ലാത്ത ആൾക്കാർ, കട്ട് ആൻഡ് ഡ്രൈ ആയിട്ട് പറയുന്ന ആൾക്കാരുണ്ട്. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ചിഞ്ചു ഒരു രീതിയിൽ ഒരു പീപ്പിൾ പ്ലീസറേ അല്ല. വളരെ കൃത്യമായിട്ട് ഷീ വിൽ സേ നോ ഇഫ് ഷീ വാണ്ട്സ് ടു. ഞാൻ കുറച്ചുകൂടി ഡിപ്ലോമാറ്റിക് ആണ്, കുറച്ചുകൂടി ഇതായിട്ട്. അപ്പം എനിക്കൊരു നോ പറയാനൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ പണം തരുന്ന സ്വാതന്ത്ര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോ പറയാനുള്ള സ്വാതന്ത്ര്യം കിട്ടും. നമുക്കൊന്ന് ആലോചിച്ചാൽ കിട്ടുന്ന ഒരുപാട് സ്വാതന്ത്ര്യങ്ങൾ ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞതാണ്. നമുക്കിപ്പം ആവശ്യത്തിന് ഉള്ള പണം ഉള്ളത് കൊണ്ട് തന്നെ ചില ഷോസ് വേണ്ടെന്ന് വെക്കാനും പറ്റും. ചില ദിവസങ്ങൾ നമുക്ക് വീട്ടിൽ ഇരിക്കാം, അല്ലെങ്കിൽ നമുക്ക് വെറുതെ ഇരിക്കാം എന്ന് ചിന്തിക്കാനും പറ്റും. അതാണ് പണം തരുന്ന സ്വാതന്ത്ര്യം. പക്ഷേ യു നീഡ് മണി. ഐ എം ടെല്ലിങ് യു, ആൾക്കാർ എന്തൊക്കെ പറഞ്ഞാലും പൈസ അല്ല ഹാപ്പിനെസ് എന്ന് പറഞ്ഞാലും, ആൻഡ് ഓഫ് കോഴ്സ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഹെൽത്ത് കൺസേൺ വരുന്ന സമയത്ത് ചിലപ്പോൾ ഇത് ചിലപ്പം ഹെൽപ്പ് ചെയ്തില്ലെന്ന് വരെ വരും. പക്ഷെ ആ സമയത്ത് എനിക്ക് ഏറ്റവും നല്ല കൺസൾട്ടേഷൻ കിട്ടാൻ, ഏറ്റവും നല്ല ഹെൽത്ത് കെയർ കിട്ടാൻ ദിസ് മൈറ്റ് ഹെൽപ്പ് യു. ആൻഡ് ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് എത്ര നാളാണ് നമ്മളുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും ചെയ്യാൻ. യു വോണ്ട് ടു ട്രാവൽ അല്ലേ, യു വോണ്ട് ടു ഈറ്റ് ദ ബെസ്റ്റ് ഫുഡ് പോസിബിൾ. നമുക്ക് ആ വലിയ റെസ്റ്റോറൻറ്റിൽ ഒരാളൊരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടേക്കണ കാണുമ്പോൾ ആ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും. ആൻഡ് നമ്മുടെ കൂടെ വരുന്ന ആൾക്കാരുടെ അടുത്ത് നമുക്ക് എപ്പോഴും ബില്ല് വരുന്ന സമയത്ത് നമുക്കൊരു ചമ്മൽ പാടില്ലല്ലോ. നമുക്ക് അവർക്ക് വേണ്ടിയിട്ടും കൂടി അവരുടെ ബില്ലും കൂടി അടയ്ക്കാൻ പറ്റുന്ന ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി നമുക്കുണ്ടെങ്കിൽ അതിനപ്പുറം വലിയൊരു കാര്യമുണ്ട്. ആലോചിച്ച് നമ്മൾ സുഹൃത്തുക്കളായിട്ട് ബന്ധുക്കളായിട്ടൊക്കെ പോകുമ്പോൾ അവിടെ എനിക്ക് വോളണ്ടിയർ ചെയ്ത് അടയ്ക്കാൻ പറ്റുന്നത് അതൊക്കെ പണം മാത്രം തരുന്ന കാര്യമാണ്. അത് നമുക്ക് എന്തായിരുന്നാലും അത് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾക്കായാലും നമുക്ക് ആ പണം വേണം. ഈ പറയുന്ന പോലെ അതിൻ്റെ പിറകെ പോകുന്നതെന്നുള്ളതല്ല, ഈ പറയുന്നത് പോലെ അത് ഉണ്ടാക്കാനുള്ളത്. ഇന്ന് എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അറിവിലാണ് നമുക്ക് അതായത് ഹൗ യു മേക്ക് മണി എന്നുള്ളതിൻ്റെ അറിവ് മാത്രമാണ് പ്രശ്നം. അറിയാമെങ്കിൽ ഇന്ന് ഇഷ്ടംപോലെ മാർഗ്ഗങ്ങളുണ്ട്, ഇഷ്ടംപോലെ മാർഗ്ഗങ്ങൾ, വെരി ലെജിറ്റ് വേസ് ടു മേക്ക് മണി. യൂട്യൂബ് ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ ക്രിയേറ്റീവ് സ്പേസിലാണ് പറയുന്നത്. ഈവൻ ദാറ്റ് നമുക്കറിയാത്ത ഫൈനാൻഷ്യൽ മേഖലകളിൽ ഒരുപാടുണ്ട്. ഒരുപാട് ഈ പറയുന്ന ഓൾ ഓവർ ദ വേൾഡ് ഇൻ്റർനെറ്റ് ജോബ്സ് ഉണ്ട്. അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് രീതിയിൽ നമുക്ക് പണം ഉണ്ടാക്കാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് പക്ഷേ പലരും അറിയാത്തത് കൊണ്ടാവാം പലരും ചെയ്യാത്തത്. പിന്നെ ഞാൻ പറഞ്ഞത് നമുക്കിപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ ഒരു കംഫർട്ട് സോണിൽ ഇരുന്ന് നമുക്ക് പണത്തിൻ്റെ കാര്യം പറയുന്നത് പോലെ ആവില്ല. ദിവസവും രാവിലെ എഴുന്നേറ്റ് പോയി ഒരു കൂലിപ്പണി എടുത്ത് ജോലി ചെയ്ത് ആ പൈസ കൊണ്ട് ജീവിക്കുന്ന ഒരാൾ പറയുന്നു. അപ്പം ഞാൻ പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ പറയണത് ചിലപ്പോൾ അവർ റിലേറ്റ് ചെയ്യണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പം അതുകൊണ്ട് ഇതൊക്കെ ഞാൻ എപ്പോഴും എപ്പോഴും പറയുന്നത് വെച്ചാൽ പലപ്പോഴും നമ്മുടെ ട്രൂത്തുകൾ അല്ലെങ്കിൽ നമ്മുടെ പോളിസികൾ, നമ്മുടെ ചിന്തകൾ അതെല്ലാവർക്കും റിലേറ്റ് ചെയ്യണം എന്നില്ല കേട്ടോ. സോ ഒരാൾ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് ആ ചിന്ത എടുക്കേണ്ട കാര്യവുമില്ല. നിങ്ങൾ ഇന്റർവ്യൂവിന്റെ സമയത്ത് ചിലപ്പം ഗസ്റ്റുകളിൽ നിന്ന് വളരെ മോശമായിട്ട് അനുഭവം ഉണ്ടാവാം, ചിലപ്പോൾ ഹേർട്ട് ചെയ്യാം, നിങ്ങൾ പ്രതീക്ഷിക്കാതെ രീതിയിലേക്ക് റെസ്പോൺസ് തരാം. എങ്ങനെ നിങ്ങൾ ഇത് ഹാൻഡിൽ ചെയ്യും? എനിക്ക് മിഥുൻ ചേട്ടനെ സംബന്ധിച്ചത് ഒരുപാട് പേരെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഷോകൾ ഇതുപോലെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ പല ആളുകളായിരിക്കും, പല രീതിയിലെ ആളുകളായിരിക്കും. ഇങ്ങനത്തെ സിറ്റുവേഷൻ വന്നിട്ടുണ്ടോ? അതെങ്ങനെ മാനേജ് ചെയ്യാം? അല്ല, എനിക്ക് അങ്ങനെ ഭയങ്കരമായ സിറ്റുവേഷൻസ് വന്നിട്ടില്ല. ഞാൻ ആരുടെയും പേരെടുത്ത് പറയില്ല. പക്ഷെ തുടക്കകാലം നമ്മുടെ റേഡിയോയിലൊക്കെ തുടക്കകാലഘട്ടത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഒന്നെന്ന് പറഞ്ഞാൽ നമ്മളും സ്റ്റാർട്ടിങ് സ്റ്റേജ് അല്ലേ. അപ്പോൾ ആ സമയത്ത് നമ്മളും ചിലപ്പോൾ നമ്മുടെ മിസ്റ്റേക്കും ആവാം. ഇപ്പം പറഞ്ഞ പോലെയാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ആളിനെ നമ്മളും ചിന്തിക്കണമല്ലോ. അവരെ നമ്മളേറ്റവും ഇതല്ലേ വെക്കണം. അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് വന്നിട്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിലാണല്ലോ നമ്മളിപ്പോൾ വിവാദങ്ങൾക്കുള്ള ഇൻ്റർവ്യൂ ചെയ്യുക എന്ന് പറയുന്നൊരു സാധനം ഉണ്ടായത്. നമുക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മറുപടി കിട്ടണമെന്ന് നിർബന്ധമില്ല. നമ്മുടെ അടുത്ത് അപ്പം തന്നെ ചിലപ്പോൾ അവർ കട്ട് ഓഫ് ചെയ്തിട്ട് പറയും, ഇതെന്താണ് നിങ്ങൾ അങ്ങനെ ചോദിക്കണേ, അതിനാണോ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
അത് ഞാൻ പറഞ്ഞ ഒരു കാലഘട്ടം മുമ്പാണ്. അപ്പൊ അതാണ് ഈ കാലഘട്ടത്തിലാണ് അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വ്യൂ കയറി. അതാണ് സംഭവം. ഓഫ്, അങ്ങനെ ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ നാളെ. പക്ഷെ ആ കാലഘട്ടം അങ്ങനെയല്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞ വന്നിട്ടുള്ള ചില മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്, വലിയ ഫേമസ് മ്യൂസീഷ്യൻസ് ഉണ്ട്. അവർ ചിലപ്പോൾ നമ്മുടെ അടുത്ത് നിങ്ങളിങ്ങനെയാണോ ഇത് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുള്ള ചരിത്രമുണ്ട്. അത് എൻ്റെ അടുത്ത് മാത്രമല്ല, എൻ്റെ കൊളീഗ്സിൻ്റെ അടുത്തും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ചില ആൾക്കാർ പിന്നെ അവിടെ വരാതെയൊക്കെ ആയിട്ടുള്ള സാഹചര്യമുണ്ട്. ഇതൊക്കെ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ ഞാൻ പറഞ്ഞത് ഓൾമോസ്റ്റ് ഒരു 14-15 ഇയേഴ്സ് ബാക്കുള്ള കഥയാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് ആ സമയത്തുള്ള കാര്യങ്ങളിലേ ഉള്ളൂ. പക്ഷേ അത് കഴിഞ്ഞൊന്നും നമുക്കിപ്പം കുറച്ചുകൂടെ അങ്ങനെ, ഞാനതാ പറഞ്ഞേ, നമുക്ക് മറ്റേ കോണ്ടന്റിൽ മറ്റേ ഇത് കേട്ടണമെങ്കിൽ മാത്രമല്ലേ നമ്മൾ കൊളസ്റ്റ് ചോദിക്കേണ്ട കാര്യമുള്ളൂ. സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ എല്ലാവർക്കും നെഗറ്റീവ് ആണ് ആളുകൾ കൂടുതലായിട്ട് വേണ്ടത്. ഞാൻ എപ്പോഴും പറയണതെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും എളുപ്പം എന്താ, നമുക്ക് വ്യൂ കുറവാണോ, എടുക്ക് അറിയാവുന്ന ഒരു 2 പേരെ പറ്റിയിട്ട് 10 തെറി പറ, ഈസി ആയിട്ട് വ്യൂ കയറും. ബട്ട് ഓൾവേസ് റിമെമ്പർ, ഞാൻ പറഞ്ഞത് ദാറ്റ് ഇസ് എ വെരി ഈസി വേ. പിന്നെ ഈ കാലഘട്ടത്തിൽ അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് സൈഡ് ഞാൻ പറയാം. പക്ഷേ ഓൾവേസ് റിമെമ്പർ, നൺ ഓഫ് ദ ഗുഡ് ബ്രാൻഡ്സ് വിൽ ബി വർക്കിംഗ് വിത്ത് യു. നിങ്ങളിത് എന്തിനാണ് ഈ ഫെയിം ഉണ്ടാക്കുന്നത്? ഈ ഫെയിം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെയാണ്, നമ്മൾ പണമാണ് ലക്ഷ്യമെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഫെയിമാണ് ലക്ഷ്യമെങ്കിൽ, നിങ്ങളുമായിട്ട് ആൾക്കാർ അസോസിയേറ്റ് ചെയ്യാൻ തയ്യാറാവുക എന്നുള്ളതാണ്. അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ, ഇങ്ങനെ ഒരു നെഗറ്റീവ് മാത്രം പറയുന്ന ഒരാളിനെ കൂടെ കാണപ്പെടാൻ പോലും നമുക്ക് താല്പര്യം ഉണ്ടാവില്ലല്ലോ. ഞാൻ പറയുന്നത് ഇവിടെയുള്ള ഒരു നടന്മാർക്കും താല്പര്യം ഉണ്ടാവില്ല, ഒരു റെപ്യൂട്ടഡ് ബ്രാൻഡിനും അവരെ വെച്ചൊരു ആഡ് ചെയ്യാൻ പോലും താല്പര്യം ഉണ്ടാവില്ല, അണ്ടർ ഇറ്റ്സ് നെഗറ്റീവ് പബ്ലിസിറ്റി എന്നുള്ള രീതിയിൽ അങ്ങനെയാണ്. അപ്പം ഞാൻ പറയുന്നത് അതുകൊണ്ട് അത് നിങ്ങൾ ഒരുപാട് കൊണ്ടുപോകില്ല. പക്ഷേ ഞാനിതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് പറയാമെന്ന് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, ഈ കാലഘട്ടത്തിൻ്റെ ഒരു കുഴപ്പവും ഗുണവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരുപാട് നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് നിങ്ങൾ പോസിറ്റീവ് ആവും. നിങ്ങൾക്ക് ഒരു സ്റ്റേജ് വരെ അങ്ങ് അറ്റം നെഗറ്റീവ് പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകളിലോട്ടില്ല, പിന്നെ എല്ലാവരും നിങ്ങളെ പറ്റി എന്തൊക്കെയോ എന്നാണ് ഞാൻ കണ്ടുവരുന്ന കാര്യം പറയാണ് കേട്ടോ. ഫീൽ ഫ്രീ ടു, അതായത് പറയണത് ഈ ഒപ്പീനിയനോട് യോജിക്കണം എന്ന് ഒരു അഭിപ്രായമില്ല. പക്ഷെ ഞാൻ കണ്ടുവരുന്ന കാര്യമാണ്. ഈവൻ നമ്മൾ അങ്ങനെയുള്ള ആൾക്കാർ ചിലപ്പോൾ ബിഗ് ബോസ് പോലുള്ള ഷോയിൽ പോയി കഴിയുമ്പോഴും തിരിച്ചു വരുമ്പോൾ അവരായിരിക്കും ഏറ്റവും നല്ല ആൾക്കാരായി വരിക എന്നൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ പറയാം. അപ്പം അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഈ പറയുന്നതിനൊന്നും പേരിൽ ചിലപ്പോൾ ഒരു വാലിഡിറ്റി ഉണ്ടായെന്ന് വരില്ല. ദേ മൈറ്റ് അവരുടെ ഒരു നെഗറ്റീവിന്റെ അറ്റം കഴിയുമ്പോൾ ഇത് ചെയ്യും. ഞാനിത് അനുഭവിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ ഞാൻ സിനിമയിൽ മുഴുവൻ ചെയ്തിട്ടുള്ളത് വില്ലൻ ക്യാരക്ടേഴ്സാണ്. കോമഡി ഉത്സവം വന്നതിന് ശേഷം എന്നെ മറ്റേ നന്മയുള്ള ലോകമേ ആക്കിയുള്ളൂ, മനസ്സിലായില്ലേ? സോഷ്യൽ മീഡിയയിലെ ഈ ഒരു മാറ്റം ഉണ്ടല്ലോ. ഇപ്പൊ നമ്മളിപ്പം എന്ത് ചെയ്താലും ആളുകൾ ഇപ്പം സെലിബ്രിറ്റീസ് ആണ്, ഇപ്പൊ ജസ്റ്റ് പോയ വില വിഷ്വല് നമ്മൾ ഓൺലൈനിൽ വരും. സോ നെഗറ്റീവ് വരുമോ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം ശ്രദ്ധാപൂർവം ചെയ്യണം, അല്ലെങ്കിൽ ആളുകൾ അത് വേറെ രീതിയിൽ എടുക്കും? ഭയങ്കര ബാധ്യതയാണ്. ഞാൻ അത് എപ്പോഴും പറയുന്നത് വെച്ചാൽ, ഞാൻ എൻ്റെ ഭാര്യയും എന്നെയും വെച്ചിട്ട് മാത്രം പറയുകയാണെങ്കിൽ, അവൾ വളരെ കൃത്യമായിട്ട് എല്ലാത്തിനും വേണമെങ്കിൽ ഇപ്പോൾ ഒരാൾ വന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൻ്റെ അടിയിൽ വന്ന് എന്തെങ്കിലും പറഞ്ഞാൽ അവൾ തിരിച്ച് പറയും. ഞാൻ 10 തവണ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഇട്ട മോട്ടിവേഷനിൽ വരെ പറഞ്ഞു. അതായത് നമ്മൾ മറ്റേ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ബി ഡസൻറ്റ് വേസ്റ്റ് ഇറ്റ്സ് എനർജി ട്രൈങ് ടു കൺവിൻസ് ദ ഫ്ലൈ ദാറ്റ് ഹണി ഈസ് ബെറ്റർ ദാൻ ഷിറ്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ സാധനം പറയുമ്പോൾ ഞാൻ പറയണമെങ്കിൽ എൻ്റെ കുടുംബത്തിൽ ഇത് സത്യമല്ല, എനിക്ക് അവളെ കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അതുകൊണ്ട് വേസ്റ്റ് ചെയ്യാറില്ല എനർജി എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ ഞാൻ പറയും, എന്തിനാണ് റിയാക്ട് ചെയ്യാൻ പോകുന്നത്, അവർക്ക് എന്തിനാണ് ആ പ്രിവിലേജ് കൊടുക്കുന്നത്? അപ്പോൾ ഞാൻ പണ്ട് ടിനിച്ചേട്ടനെയൊക്കെ പറഞ്ഞ് ഞാനിത് ചെയ്യിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞത്. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എല്ലാം ഒരുപാട് പേര് ഹാർട്ട് ഇട്ടിട്ട് പോകും അല്ലേ. ഒരാൾ വന്ന് നെഗറ്റീവ് പറഞ്ഞാൽ നമ്മൾ അവൻ്റെ വീട് വരെ അന്വേഷിച്ച് പോയി അവനെ തെറി പറഞ്ഞ് അവനെതിരെ പറയും. അപ്പം ഇത് ചിഞ്ചുവിൻ്റെ നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ ചിഞ്ചു തിരിച്ചു പറയും. അപ്പം അതുകൊണ്ട് ഞാൻ അതാ പറയണേ. അപ്പം അതുകൊണ്ട് ബോധേഡാണോ അല്ലെങ്കിൽ ദാറ്റ് ഇസ് ദ വേ ഐ ആം എന്നുള്ള രീതിയിൽ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ഇപ്പം ലൈവിലൊക്കെ വന്നിരിക്കുമ്പോൾ ഒരാൾ പറയുകയാണെങ്കിൽ അപ്പം തിരിച്ചു പറയും. അപ്പം പക്ഷെ എനിക്ക് ബാധ്യതയുണ്ട്, എനിക്ക് കുറച്ചുകൂടി നന്മമരം ബാധ്യത കിടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് കയറി ഞാൻ റിയാക്ട് ചെയ്യില്ല. മനസ്സിൽ തോന്നിയാൽ പോലും ഐ ആക്ച്വലി സപ്രസ് ഇറ്റ്. കാരണം അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല, അത് അങ്ങനെ അങ്ങ് പൊക്കോളും, മാറിയിരുന്ന് തെറി വിളിച്ചാൽ മതി എന്നൊക്കെയുള്ള ചിന്തയിലാണ്. പക്ഷെ അതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ നെഗറ്റീവുകൾ അധികം പിടിക്കാറില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് അതൊരു വലിയ ബാധ്യതയാണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ എത്ര ഫൈനാൻഷ്യൽ ഫ്രീഡം ഉണ്ടെന്ന് പറഞ്ഞാലും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ഈ പറഞ്ഞ സാധനം. അതായത് നമുക്ക് അവിടെ ചിലപ്പോൾ നോകളും ഇതൊക്കെ പ്രശ്നം വരും. അപ്പം അതാ ഞാൻ പറഞ്ഞത്, അത് സാഹചര്യം പ്രശ്നമാണെന്ന് വെച്ചിട്ട് നന്മയില്ലാത്ത ആൾക്കാർക്കാണ് കുറച്ചുകൂടി എളുപ്പം. ബീങ് ബ്ലണ്ട് ഈസ് എ ചോയ്സ്. നമുക്ക് ഡിപ്ലോമാറ്റിക് ആയിട്ട് വേണേ ഒരു കാര്യം പറയാം.
ബ്ലണ്ടായിട്ട് കാര്യം പറയാം, സ്ട്രെയിറ്റ് ആയിട്ട് പറയാം, ഇത് എങ്ങനെ വേണമെങ്കിലും പറയാം. അത് അപ്പുറത്തിരിക്കുന്ന ആളിന് എന്ത് ഫീൽ ചെയ്യും എന്നുള്ളത് നമ്മൾ ചിന്തിച്ചിട്ടാണ് പറയണമെങ്കിൽ മാത്രമേ നമുക്ക് വിഷയമുള്ളൂ. നമ്മുടെ കാര്യം മാത്രം പറഞ്ഞു പോയാൽ മതി എന്നുണ്ടെങ്കിൽ ഒരു വിഷയമില്ല. ഇപ്പൊ ലക്ഷ്മി ചേച്ചിക്ക് കോൺവെർസേഷൻ വരാറുണ്ടോ? ഉള്ളതുപോലെ പറയണം അല്ലെങ്കിൽ പിന്നെ എപ്പോഴും എൻ്റെ അടുത്ത് നീ ആൾക്കാരുടെ അടുത്ത് ഇത് പറയണം. അപ്പം ഞാൻ എൻ്റെ അടുത്ത് ഇപ്പം വിളിച്ചിട്ട് ഇപ്പം ചില ആൾക്കാർ ഇപ്പം ഇത് പറയുകയാണെങ്കിൽ ഞാൻ പറയാം, ഞാനൊന്ന് നോക്കിയിട്ട് പറയാട്ടോ, എനിക്കൊരു ഇച്ചിരി ടൈം തരും, ഞാൻ നോക്കിയിട്ട് പറയാം. അപ്പം അവരിങ്ങനെ അത്രയും ഇതുണ്ട്. പറ്റില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ ഒന്നും പറ്റില്ലെന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ പറയാം. പക്ഷേ അവരുടെ അങ്ങനെ ഒറ്റയടിക്ക് ഇത് പറയുമ്പോൾ അവർക്കും ഇതാവില്ല, അവർ ഒരുപാട് പ്രതീക്ഷിക്കണം. അപ്പം ഞാൻ ഒരു കാര്യമായിട്ടല്ലേ ഒരു മെസ്സേജ് അയച്ച് പറയാം. അപ്പം തൽക്കാലം ഒറ്റയടിക്ക് അവർ എത്രയോ ആൾക്കാരുടെ കൂടെ ഇരുന്നായിരിക്കും വിളിക്കുന്നുണ്ടാവുക. അപ്പം അവർ ചിലപ്പം ഞാൻ സ്പീക്കറിയുടെ ആണ് എന്തായിരുന്നു ഇപ്പം ചുറ്റി പറയും, എന്തിനാണ് ഇപ്പം അവരത് അതിനകത്ത് സംസാരിക്കേണ്ട കാര്യം. പക്ഷേ അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ കുറച്ചുകൂടി അതെനിക്കൊരു ബാധ്യതയാണ്. പക്ഷേ നിങ്ങളുടെ ഈ വീഡിയോസ് കാണുമ്പോൾ ഐഡിയൽ കപ്പിൾ, ഐ മീൻ മെയ്ഡ് ഫോർ ഈച്ച് അതർ പറയാ, അത് റീൽ ആൻഡ് റീൽ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം അത് ഒരു ലൈവിലിരുന്ന് പറഞ്ഞു. അത് നമ്മൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറയണത്. അത് നമ്മൾ ഇപ്പോഴാണ് കരഞ്ഞുകൊണ്ടൊക്കെ വീഡിയോ ഇടുമ്പോൾ നമുക്ക് മറ്റേ റീച്ച് കിട്ടുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതും ആൾക്കാർ വളരെ പ്ലെയിൻ ട്രൂത്ത്സ് പറഞ്ഞു തുടങ്ങിയത്. സോഷ്യൽ മീഡിയ ഭയങ്കര ഒരു ഫൺ സ്ഥലമാണല്ലോ. നമ്മൾ നമ്മുടെ ലൈഫിലെ റോസി ഭാഗങ്ങൾ മാത്രം കാണിക്കുന്ന സ്ഥലമാണ്. അപ്പം അതുകൊണ്ട് ഇതാണ് ബി ഹാപ്പി ഇൻ റിയൽ ലൈഫ് എന്നേ ഞാൻ പറയുള്ളൂ. ഐ മീൻ നൺ ഓഫ് ദ സോഷ്യൽ മീഡിയ മാറ്റേഴ്സ്. ശരിക്കും പറഞ്ഞാൽ ബി ഹാപ്പി ഇൻ റിയൽ ലൈഫ്, ദാറ്റ് ഇസ് വാട്ട് റിയലി മാറ്റേഴ്സ്. ഈ പറയുന്ന ഈ കാണിക്കുന്നതെല്ലാം നിങ്ങൾ കാണുന്ന 30 സെക്കൻഡിലുള്ള ഹാപ്പിനെസ് ആണ്. അതിനിടയിൽ വഴക്കുകളുണ്ട്, അതിനിടയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മളിപ്പം ഫൈനാൻഷ്യലി സ്റ്റേബിൾ എന്ന് പറയാം. നമ്മൾ ഒരു ആവശ്യം വരുമ്പോൾ സമയത്ത് നമുക്ക് ഫൈനാൻഷ്യലി ചിലപ്പോൾ ആവശ്യങ്ങൾ വരാം. നമുക്ക് നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്ക് വയ്യാണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങളുണ്ടാവാം. ഇതൊന്നും നമ്മൾ എല്ലായിടത്തും ഇത് ചെയ്യുന്നൊരു സാധനമല്ല. എല്ലാവർക്കും അത് അറിയണം എന്നില്ല. നമ്മൾ എത്ര വൈകിയായിരിക്കും നമുക്ക് അടുപ്പമുള്ള ഒരാൾക്ക് അസുഖം ഉണ്ടെന്ന് അറിയുന്നത് തന്നെ. പക്ഷെ അവരിട്ടിരിക്കുന്ന വീഡിയോ എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ. അപ്പം അത് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ദർ ഇസ് അനദർ ജേർണി ദാറ്റ് ഇസ് ഹാപ്പനിങ്. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കാണാൻ വേണ്ടിയിട്ടുള്ള സാധനം മാത്രം തരുന്നത്. അതുകൊണ്ട് ഡോണ്ട് എവർ തിങ്ക് ദാറ്റ് എവറിത്തിങ് ഇസ് ഇത് ഹാപ്പിനെസ് മാത്രമുള്ള ഒരു കുടുംബമാണ് എന്നുള്ളത് ചിന്തിക്കരുത്. എല്ലാവരും വി ആർ ഓൾ ഹ്യൂമൻ. നമുക്ക് ഹാപ്പിനെസ്സും ഉണ്ട്, വിഷമമുണ്ട്, വഴക്കുണ്ട്, വക്കാണമുണ്ട്, എല്ലാം ഉണ്ട്. ജീവിതമാണ്. ഓക്കെ, മൂക്കത്താണ് ശുണ്ടി എന്ന് പേരിടാൻ പറ്റിയ ഒരാള് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഭയങ്കര എക്സ്പ്ലോസീവ് ആങ്കർ ഉണ്ടായിരുന്നു ജിജുവിന്. നമ്മുടെ അടുത്തല്ല, ബേസിക്കലി വേറെ ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ അടുത്തൊന്നും അങ്ങനെ ഭയങ്കര, പക്ഷെ ബാക്കിയുള്ളടത്ത് ഭയങ്കരമായിട്ട് ഇത് ചെയ്യും. പക്ഷെ ഇപ്പം എനിക്ക് നല്ല കൺട്രോൾഡാണ്. ദേഷ്യപ്പെടുന്ന മനസ്സിലൊന്നും ഉണ്ടാവില്ല എന്ന് പറയാറുണ്ട്. ഭയങ്കര പാവമായിരിക്കും. അതെ ഞാൻ അതാ പറഞ്ഞേ. അത് നമ്മുടെ കൂട്ടത്തിലുള്ള മായയൊക്കെ പറയുന്ന ഒരു കാര്യമാണ്. ലക്ഷ്മിയുടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ അവൾ പറഞ്ഞിടത്ത് തീർന്നു. അവൾ അതിനകത്ത് ഗ്രഡ്ജസ് ഹോൾഡ് ചെയ്യില്ല. അവൾ അതിനകത്ത് വേറെ രണ്ടാമത് ഇവരെ പിറകെ നടന്ന് ഇവരെ ചൂഷണം ചെയ്യണമെന്ന് ചിന്തിക്കില്ല, ഒന്നും ചെയ്യില്ല. അപ്പം പറഞ്ഞ് അതങ്ങ് തീർന്നു. ഈ വിഷമം ഉണ്ടെങ്കിൽ അത് പിന്നെ അത് ഇതില്ല. അതാ കാരണം നമുക്കൊരാളെ ഇഷ്ടമല്ലെങ്കിലും ഇഷ്ടമാണെങ്കിലും നമ്മൾ ചിലപ്പോൾ കുറച്ച് നാൾ കൊണ്ടുപോകുമല്ലോ ഇത്. അപ്പം അത് ഇല്ല എന്നുള്ളത് ഭയങ്കര ഗുണമാണത്. അത് ഈ ദേഷ്യപ്പെടുന്ന ആൾക്കാരുടെ ഗുണം കറക്റ്റാണ്. കാരണം വെച്ചാൽ അവരത് പറഞ്ഞാൽ കഴിഞ്ഞു, മനസ്സിലൊന്നും വെക്കില്ല. ഓവർ തിങ്കറും ലക്ഷ്മി 100% ഓവർ തിങ്കർ ലക്ഷ്മി. ഞാൻ ഓവർ തിങ്ക് ഒന്നും ചെയ്യാറില്ല. ഐ ഡോണ്ട് ഓവർ തിങ്ക് അറ്റ് ഓൾ. ഞാൻ വളരെ ഇതാണ്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചൊരു ഭയങ്കര രസമുള്ളൊരു സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതിലുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ മോശം കാര്യങ്ങളല്ലേ ഓവർ തിങ്ക് ചെയ്യാറുള്ളൂ, നല്ല കാര്യങ്ങൾ ഓവർ തിങ്ക് ചെയ്യാറുണ്ടോ? അതെന്താ? നമ്മുടെ ഹാപ്പിനെസ് ഓവർ തിങ്ക് ചെയ്തത് നമ്മളിവിടെ നമ്മളെ കൂട്ടിക്കാലം തൊട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ മറ്റേ ചീട്ടുകൊട്ടാരം കെട്ടരുതെന്നും മറ്റേ എണ്ണരുതെന്നുള്ളതും ഒക്കെ അല്ലേ പറഞ്ഞിട്ടുള്ളത്. മിൽക്ക് വീണ് ഉടയും എന്നൊക്കെ ഉള്ളതല്ലേ. പക്ഷെ ഞാൻ പറഞ്ഞ വെച്ചാൽ ഓവർ തിങ്ക് ഹാപ്പിനെസ് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഓക്കെ, പെട്ടെന്ന് ആരെയാണ് പറ്റിക്കാൻ പറ്റുക? ഈ രണ്ടുപേരിൽ ഇവർ രണ്ടുപേരും ചേർന്നാണ് എന്നെ ആയിരിക്കും പറ്റിക്കാൻ പറ്റുക. പക്ഷേ പറ്റിക്കാൻ പറ്റുന്നത് തന്നെയായിരിക്കും. കൊറേ കാര്യത്തിൽ പറ്റിച്ചിട്ടുണ്ടോ? ഇത് കണ്ട പ്രശ്നമായിരിക്കുന്നു. ഓക്കെ, സ്നേഹിച്ചാ നക്കിക്കൊല്ലും അല്ലെങ്കിൽ കുത്തിക്കൊല്ലും എന്ന് തോന്നിയാൾ? ചിഞ്ചു കറക്റ്റ് ചിഞ്ചു. എന്ന് വെച്ചാല് അത് അതേ പറഞ്ഞ വെരി എവിഡൻറ്റും ആണല്ലോ. അത് വളരെ കൃത്യമായിട്ട് ഇപ്പം ഇരുന്ന്
നേരത്തെ സംസാരിച്ചിട്ടുള്ളതല്ലേ, അപ്പൊ അത് വളരെ കൃത്യമായിട്ട് അറിയായിരിക്കുമല്ലോ അത്. ഇപ്പൊ ചേച്ചി ഇപ്പൊ ഓൾറെഡി ഭയങ്കര ഇൻട്രോവേർട്ട് ആണെന്ന് അറിഞ്ഞപ്പോൾ ശരിക്കും ഞങ്ങൾ ഞെട്ടിയെങ്കിലും എപ്പോഴും നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളല്ലേ, അപ്പൊ കുറച്ച് സംസാരിക്കുക. അത് എനിക്ക് തോന്നുന്നു നമ്മുടെ മറ്റേ ആ ലില്ലി സിംഗിന്റെ എങ്ങാണ്ട് ഇന്റർവ്യൂവിൽ എങ്ങാണ്ടാണ് അവർ പണ്ട് പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് പലതും വെളിയിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ വ്ളോഗ് ചെയ്യണത്. നമുക്കിത് വെളിയിൽ പോയി എല്ലായിടത്തും പറയാൻ പറ്റുമായിരുന്നെങ്കിൽ നമ്മളൊരു വ്ളോഗിലൂടെ പറയേണ്ട കാര്യമില്ലല്ലോ, നമുക്കൊരു കൺഫൈൻ സ്പേസ് ഇരുന്ന് പറയേണ്ട കാര്യമില്ലല്ലോ എന്നുള്ളത്. മിക്കവാറും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ സംസാരിക്കുന്ന പല ആൾക്കാർക്കും അവരുടെ സോഷ്യൽ ഇത് കുറച്ച് ചിലപ്പോൾ കുറവായിരിക്കും. ഞാൻ പറഞ്ഞ വേൾഡ് ഫേമസ് ആയിട്ടുള്ള പല ഇൻഫ്ലുവൻസേഴ്സിൻ്റെയും കാര്യം പറയണം, പക്ഷേ നമുക്ക് ഒരു സമയം കഴിയുമ്പോൾ വിൽ ഹാവ് ടു ലീവ് ദാറ്റ് സ്പേസ് ആൻഡ് കം ഔട്ട്, എങ്കിലേ നമുക്ക് ബാക്കിയുള്ളത് മുന്നോട്ട് പോവുള്ളൂ. ചേട്ടാ എമാ ജർമ്മനിയുടെ ഒരു പില്ലോ സ്നേഹസമാനായിട്ട് ഞാൻ നന്നായിട്ട് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇനി ഉറക്കം ശരിയായില്ലെന്ന് പറയുന്നത് ഇത് വെച്ച് നന്നായിട്ട് കിടന്നു. അപ്പൊ സൈന 40 വർഷം പിന്നിട്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു സന്തോഷം 14 years of time.